പ്രിയപ്പെട്ടവരെ, ദുൽഖഅദ മാസം നമ്മോട് വിട പറയുകയാണ്. ഇനി ദുൽഹിജ്ജയാണ്. 1 മുതൽ 10 വരെ ദിവസങ്ങൾ വളരെ പുണ്യമേറിയ ദിനങ്ങളാണ്. ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ 1 മുതൽ എന്നാണോ അറുക്കുന്നത് അന്ന് വരെ അവരുടെ നഖമോ മുടിയോ ഒന്നും നീക്കം ചെയ്യരുത്, രക്തവും നീക്കം ചെയ്യരുത്. പെരുന്നാൾ ദിനത്തിന് യൗമുൻ നഹർ എന്നും പേരുണ്ട്. നമ്മൾ അന്നേ ദിവസം ചെയ്യുന്ന പ്രവർത്തികളിൽ ഏറ്റവും പുണ്യമേറിയ ഒരു പ്രവൃത്തിയാണ് ഉദ്ഹിയ്യത്ത്, അതുപോലെ പെരുന്നാൾ നിസ്കാരവും. ഉദ്ഹിയ്യത്ത് മുഅക്കദായ സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ അത് വാജിബാണ്. ആദരവായ തിരുദൂതർ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് വാജിബായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകങ്ങളെയാണ് ഉദ്ഹിയ്യത്തായി അറുത്തിരുന്നത്. കേവലം ഒരു അറവ് എന്നതിനപ്പുറം ദുനിയാവിനോടും പണത്തോടുമുള്ള ഭ്രമങ്ങളെ മുറിച്ചു കളയുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഉദ്ഹിയ്യത്ത്. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ മ്ലേച്ഛതകൾ, അതുപോലെ ചീത്ത സ്വഭാവങ്ങളെയൊക്കെ മുറിച്ചു കളയുന്ന ഒരു പ്രവൃത്തി കൂടിയായിരിക്കണം ഉദ്ഹിയ്യത്ത്. നമ്മുടെ കയ്യിൽ പണമുണ്ടായിട്ടും ഉദ്ഹിയ്യത്ത് നടത്താതെ ആ പണം നമ്മൾ ലാഭിച്ചു എന്ന് കരുതിയാൽ നമുക്ക് തെറ്റി. അത് മഹാ അബദ്ധമാണ്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായും ആരോഗ്യപരമായും മറ്റെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ ആ പണം ലാഭിച്ചു എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നാൽ അതിലേറെ വലിയ സാമ്പത്തിക നഷ്ടം ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. എന്നാൽ ഉദ്ഹിയ്യത്തിൽ കൂടിയത് കൊണ്ട് ഒരുപാട് സമയ ലാഭവും സാമ്പത്തിക ലാഭവും നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് നന്മ മാത്രം വിചാരിച്ചുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ അതിന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പിക്കാം. ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ അതിന്റെ പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ നടത്തിയ ഉദ്ഹിയ്യത്തിന്റെ മൃഗം അത് നമുക്ക് നാളെ വാഹനമായി സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോകാൻ വരികയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. പൂർണ്ണമായി ഒരു മൃഗം, ആട്, മാട്, ഒട്ടകം, അതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 7-1 നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും മറ്റു കമ്മിറ്റിക്കാരൊക്കെ നടത്തുന്നത് പോലെ 7-1 ഭാഗമായി നമ്മൾ കൂടുക. ആ 7-1 പൂർണ്ണമായ പണവും നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് ഉദ്ഹിയ്യത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ പിന്നീട് പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യേണ്ട റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.